ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന് സമാനമായ വിജയം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടുമെന്ന് സുരേഷ് ഗോപി എം പി. തൃശൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായ റോഡ് ഷോയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചത്. തൃശൂരിൽ നിന്നും ആർ ജയേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂരിലെ എൻഡിഎയുടെ മോഹങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു രാജ്യസഭാ അംഗവും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. ഈ പ്രതിനിധികളെ പുളകമണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുമുറികളായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, സ്ഥാനാർത്ഥികളെ അഭ്യർത്ഥിച്ചുകൊണ്ട് ചലച്ചിത്ര താരവും രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ തൃശൂരിൽ എൻഡിഎയുടെ മോഹങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകുകയാണ്. ആവേശകരമായ സ്വീകരണം തന്നെയാണ് നഗരത്തിലുടനീളം സുരേഷ് ഗോപിയുടെ റോഡ് ഷോയ്ക്ക് ലഭിച്ചത്. ഓരോ കേന്ദ്രത്തിലും അതാത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ സുരേഷ് ഗോപിയോടൊപ്പം കൈവീശിക്കൊണ്ട് വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുകയാണ്. തിരിച്ചും നാട്ടുകാരുടെ പ്രത്യഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം എൻഡിഎക്ക് തൃശൂരിൽ സാധ്യമായത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. എന്തായാലും അദ്ദേഹം ശക്തന്റെ മണ്ണിൽ വലിയൊരു മാറ്റത്തിന്റെ ശംഖുലി ഉയർന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ഈ പര്യടനത്തിൽ വ്യക്തമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം, ശക്തന്റെ മണ്ണിൽ ഒരു മാറ്റത്തിന്റെ ശംഖുലി, അല്ലേ സാർ? എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യുന്നു. തൃശ്ശൂര് പിടിച്ചെടുക്കണം. ഇത് അടുത്ത നിയമസഭയിലേക്കുള്ള പ്രീ ഫൈനലാണ്. ഹൈദരാബാദിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആവേശം ബിജെപി പ്രവർത്തകരിൽ, എൻഡിഎ പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഒരു താരപരിവേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ എൻഡിഎ ക്യാമ്പിന് വലിയ രീതിയിലുള്ള ഒരു ഉണർവുണ്ടാകുന്നു. ആ ഉണർവ് ബിജെപിക്ക് അനുകൂലമായ വോട്ടായി മാറുന്നു. അതേ തന്ത്രം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ അതേ തന്ത്രം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബിജെപി പയറ്റുന്നത്. തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ മേയർ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബിജെപി തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ ഒരു ആത്മവിശ്വാസം പ്രവർത്തകരിലുണ്ട്. സുരേഷ് ഗോപിയുടെ താര സാന്നിധ്യം, പ്രചരണ രംഗത്തെ സാന്നിധ്യം ബിജെപി പ്രവർത്തകർക്ക്, എൻഡിഎ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ആവേശമാണ് ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് നമുക്ക് ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട ഈ പ്രചരണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രവർത്തകരുടെ ആവേശത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.